ചെറിയ പെരുന്നാൾ ആഘോഷിച്ച് പ്രവാസ ലോകം. പള്ളികളിൽ നടന്ന ഈദ് നമസ്കാരങ്ങളിൽ മലയാളികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുത്തു. ഗൾഫിലെ പള്ളികളിൽ പുലർച്ചെ തന്നെ ഈദ് നമസ്കാരങ്ങൾ നടന്നു. മേഖലയിലെ സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് UAE-യിലും ഖത്തറിലും ഇത്തവണ ഈദ്ഗാഹുകൾ ഉണ്ടായിരുന്നില്ല. പള്ളികളിൽ മാത്രമായിരുന്നു ഈദ് നമസ്കാരങ്ങൾ. ദുബായ് അൽക്കൂസ് അൽമനാർ ഇസ്ലാമിക് സെന്ററിലെ പള്ളിയിൽ നടന്ന ഈദ് നമസ്കാരത്തിനും പ്രാർത്ഥനകൾക്കും മോങ്ങം അബ്ദുൽ സലാം മൗലവി നേതൃത്വം നൽകി. ഷാർജ മസ്ജിദുൽ അസീസിൽ നടന്ന ഈദ് നമസ്കാരത്തിന് ഹുസൈൻ സലഫി നേതൃത്വം നൽകി. വ്രതത്തിലൂടെ നേടിയ പരിശുദ്ധി ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിക്കണമെന്ന് പണ്ഡിതർ ഈദ് സന്ദേശത്തിലൂടെ പറഞ്ഞു. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർ വ്രതാനുഷ്ഠാനത്തിലൂടെ നേടിയെടുത്ത ഒരു വലിയ കരുത്തുണ്ട്. ഐക്യവും സാഹോദര്യവും ഒക്കെ ഊട്ടിയുറപ്പിക്കുന്നതാണ് നമ്മുടെ പെരുന്നാൾ. അത് ഏത് കാലഘട്ടത്തിലും നിലനിൽക്കണം. അശാന്തിയുടെ കാലത്തും അതിൻ്റേതായ കാര്യങ്ങൾക്ക് ഉതകുന്ന കാര്യങ്ങളെ നമ്മൾ ഇടപെടുവാനും സംസാരിക്കുവാനുമൊക്കെ പാടുള്ളൂ. എല്ലാ അർത്ഥത്തിലും ലോകത്ത് മുഴുവൻ സമാധാനം എത്രയും വേഗം പുനഃസ്ഥാപിതമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ മനസ്സിലാക്കുക, യഥാർത്ഥ മാനദണ്ഡം നമ്മുടെ ഖൽബിന്റെ അവസ്ഥയാണ്. ഖൽബിൽ ഖുശൂഉണ്ടോ, റബ്ബിനെ കുറിച്ചുള്ള ഭയമുണ്ടോ, കൊടുക്കുമ്പോഴും നൽകുമ്പോഴും കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമസ്കരിക്കുമ്പോഴും സ്വലാത്തുകളിലും ദുആകളിലും ഒക്കെ നമ്മൾ ഓർക്കണം. ഈദ് നമസ്കാരത്തിന് ശേഷം വിശ്വാസികൾ പരസ്പരം ആശ്ലേഷിച്ച് സാഹോദര്യം പങ്കുവച്ചു. എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഇന്ന് തന്നെയാണ് ചെറിയ പെരുന്നാൾ. ഒരു മാസം നീണ്ട വ്രതത്തിനൊടുവിൽ സ്ഫുടം ചെയ്ത മനസ്സുമായാണ് വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. മേഖലയിലെ സംഘർഷ സാഹചര്യത്തിനൊടുവിലും വിശ്വാസികൾ ഐക്യത്തോടെ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. ടി ജമാലുദ്ദീൻ, കൈരളി ന്യൂസ്, ദുബായ്.